ഹലോ ഗൈസ്, ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ മാമൻ്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. നമ്മൾക്ക് പോവല്ലേ? ബേബീനെ കാണാൻ ത്രില്ലാണോ? പോവാ? ഓക്കെ ഓക്കെ ഓക്കെ. Hi guys, this video for you. അപ്പോൾ ദേ ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ദേ മാഹി ബർത്ത്ഡേ ഗേളിന് മേടിച്ചിട്ടുള്ള ഗിഫ്റ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഐസിലെ മാഹിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു, കാരണം എനിക്ക് പൊതുവേ മടിയാണ് ഗിഫ്റ്റൊക്കെ പിടിച്ച് പോവുക എന്നുള്ളത്. അപ്പോൾ ദേ മാഹി ബർത്ത്ഡേ ഗേളിന് ഇങ്ങനെ എടുത്തു. ബർത്ത്ഡേ ഗേൾ അത്ര കണ്ട് ശരിയായൊരു മൂഡിലല്ലായിരുന്നു. മാഹി കുറേ കൊഞ്ചിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. പിന്നെ നമുക്ക് ദേ വെള്ളമൊക്കെ തന്നു. ഞാൻ മക്കൂസിന് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ചെറിയൊരു ഫംഗ്ഷനാണ്. നമ്മൾ വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനൊന്നുമല്ല, ചെറിയ കുറച്ച് ആളുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയൊരു ഫംഗ്ഷൻ. അപ്പം നമ്മളെല്ലാവരും മൽക്ക കുറേ ആളുകളെ കണ്ടപ്പം ആസ് യൂഷ്വൽ എൻ്റെ അടുത്ത് നിന്ന് അവൾ മാറിയിട്ടേ ഇല്ല. പിന്നെ ദേ അവർ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. നമ്മൾ ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു. കുറേ ആയിട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബീച്ചൊന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. മഴ ആയതുകൊണ്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയോക്കല്ലേ? ശരി, പോയോക്കാം. എന്താ പറയാനുള്ള? എങ്ങോട്ടാ പോണേ നമ്മള്? അങ്ങനെ ദേ നമ്മൾ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഭയങ്കര എന്താ പറയുക, വലിയൊരു സെറ്റപ്പ് ബീച്ചായിട്ടുണ്ട്. കാരണം നമ്മൾ പണ്ടൊക്കെ ഇത് വരുമ്പം നോർമൽ ഒരു ബീച്ചാണ്. ഇതിപ്പോൾ നല്ല അടിപൊളിയാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ആളുകളും ഒക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വെതറും കൂടി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡേ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഏത് സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണാൽ ബീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ്. പക്ഷേ നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലം. വാട്ടറാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അതായത് ഇവിടെ ഞാൻ ഇപ്പോൾ കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവള് അറിയുന്നുണ്ട്, അപ്പോൾ പോണ്ട ഞാൻ റെഡി ഇവിടെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. അങ്ങനത്തെ ചില പ്ലേസ് ഉണ്ടാവില്ലേ നമുക്ക്, അതായത് എത്ര നിന്നാലും നമുക്ക് പോകാൻ തോന്നാത്ത, കാരണം നല്ലൊരു ക്ലൈമറ്റ്, നല്ല ചെറിയ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഒരു വെതറൊക്കെ നല്ല എന്താ പറയുക, ഒരു എന്താ മാഹി പറയാ, ഇത്രയും ഒരു കാമായിട്ട് ക്വയറ്റായിട്ടുള്ള അടിപൊളി ഒരു ക്ലൈമറ്റ്. മോള് നടക്കണ പോലെ നിനക്ക് നടക്കാനാ? അത് നടക്കൂല, ഈ വീണ് പോവും മോളെ. അവള് ബിഗല്ലേ, നീ സ്മോളല്ലേ. നമ്മള് ദേ ഇങ്ങനെ നടക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഇത് നമ്മളെ അമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടാ. ഒരു ഹായ് പറഞ്ഞേക്ക്. അപ്പം നമ്മൾ വല്ലപ്പോഴാണ് നിങ്ങൾ ഒരുമിച്ച്, കൂടുതലൊക്കെ വല്ലപ്പോഴും റെയറായിട്ടാണ്. അപ്പം കിട്ടിയാലുള്ള ചാൻസ് നമ്മൾ മാക്സിമം മുതലാക്കുകയും ചെയ്യും ഇങ്ങനെ കണ്ടാൽ. അങ്ങനെയൊക്കെയാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ നടക്കാൻ വേണ്ടി. നല്ലൊരു ക്ലൈമറ്റ്, നല്ല സുഖം നടക്കാനും. അങ്ങോട്ട് നടന്നു ഈ ഇവിടെ നിന്ന് രാത്രി മുഴുവൻ നടന്ന് കളിച്ച വീട്ടിൽ പോകാതെ ഞങ്ങളൊക്കെ പോയിക്കൊണ്ട് നല്ല ശുദ്ധമായി ശ്വസിക്കട്ടെ ഞാൻ. അലാഹ, എന്താണ് ടയേർഡായോ? ടയേർഡ്നെസ് അല്ലടാ, നല്ല രസം ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട്. എന്ത് രസം? ഒരു എന്താ പറയാ, ഒരു തണുത്തൊരു ക്ലൈമറ്റും നല്ല കാറ്റും. സോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം. എന്താണ്, നീ കൂടുന്നുണ്ടോ? നൊസ്റ്റാൾജിയ അയവർക്കുകയാണോ? ആ, കുറച്ചൊരു ലോൺലിനെസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ഇരിക്കണ്ടേ. ഓക്കെ എന്നാ ബൈ. ശല്യപ്പെടുത്താൻ പോയിക്കേ, ഞാൻ കുറച്ച് ബൈ ബൈ. ഇവിടെ എല്ലാരും കൂടെ അന്തം വിട്ടിരിക്കണേ. അന്തംഗമ്മകളെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടാ നാലാള്. ഉണ്ണാൽ ബീച്ചിനെ കുറിച്ച് പറയാനുള്ളത്
സൂപ്പറാണോ? എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി വൈബാ. എന്താ ഹിബിന്റെ അഭിപ്രായം? തണുപ്പ് കാറ്റാ. ആ അതാ നല്ല വൈബാണോ? ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണോ? നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു അമളി പറ്റിയിട്ടുണ്ട്. നമ്മളെ കൂടെ കാണാനില്ല. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിൽ അവർ നമ്മളെ കൂട്ടാതെ പോയി. അപ്പം ഞങ്ങൾ രണ്ടാൾ ഒറ്റയ്ക്ക് ഇതേ അവരെവിടെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അറ്റ്ലാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാ, അവിടെ ഉണ്ട്, ദൂരത്തുണ്ട്, അവിടേക്ക് നമ്മൾ പോവാ. നമ്മളെ കൂട്ടാതെ അവരൊക്കെ എങ്ങോട്ട് പോവാനാ? ഐസ്ക്രീം അയക്കുക എന്താപ്പത്? ഇതെന്താപ്പ അവസ്ഥ? ഒരു ബീച്ച് വരെ വന്നൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നേ. ഡ്രസ്സൊക്കെ ഫുൾ നാശാക്കി. അവര് ഔട്ട്ലുക്ക് ഉമ്മയും മോളുടെയും വന്ന ലുക്കല്ലല്ലോ ഇപ്പൊ, മൊത്തം ലുക്കും പോയി. ഞാൻ എവിടെ പോകുമ്പോഴും ഇവക്ക് ഒരു എക്സ്ട്രാ ഡ്രസ് എടുക്കാറുണ്ടായിരുന്നു എപ്പോഴും. ഇന്നും ഉമ്മച്ചി എടുക്കാൻ പറഞ്ഞതാണല്ലോ എന്നോട്, ഇറങ്ങിയപ്പോ പറഞ്ഞതാ. ഞാൻ പിന്നെ ഡോറൊക്കെ ലോക്ക് ആക്കി ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയും പോയിട്ട് എടുക്കണ്ട. ഇഷ്ടായാ? മക്കുമ്മ നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾക്ക് ഇവിടെ വന്നിട്ട് കുറെ നേരമായി, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. നല്ലൊരു രസമുള്ള ഒരു ക്ലൈമറ്റും നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാനും നടക്കാനൊക്കെ, നല്ല രസമുണ്ട്. ഇവിടെ നിന്നും ഇങ്ങനെ തിരക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതേ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അടുത്തൊരു ഷോപ്പ് കണ്ട്. അപ്പം മൽക്കൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അവളെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എക്സ്ട്രാ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ നമ്മൾ ഇതേ ഒരു ഡ്രസ്സൊക്കെ മേടിച്ച്, അവിടെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല എങ്കിലും അവൾക്ക് പറ്റിയൊരു ഡ്രസ്സ് തൽക്കാലം കിട്ടി, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മേടിച്ച് നമ്മൾ ഇതേ മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുന്ന് അങ്ങനെ അവിടെ പോയി നമ്മൾ നല്ല ചായയും കടിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ഇറങ്ങാനുള്ള പ്ലാനാക്കി. പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാൻ തന്നെ ആക്കി, കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു.